വയനാട് സുൽത്താൻ ബത്തേരി നമ്മുടെ ക്ലിനിക്കൽ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള അരിവയൽ എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. വയൽ നാട് എന്നുള്ളത് ലോപിച്ചാണ് വയനാട് ആയി മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അതെടുത്ത് കാണിക്കുന്ന തക്കവണ്ണം വയലുകൾ നമുക്ക് കാണാം. തൊട്ടപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളും കമുകിൻ തോട്ടങ്ങളും ഒക്കെ കാണാം. അവിടെ എവിടെയായി കൊച്ചു കൊച്ചു വീടുകൾ കാണാം. വയനാട് എവിടെ ഏത് ടൗണിലെത്തിയെന്നാലും ഏതാണ്ടൊരു 5 കിലോമീറ്ററിനപ്പുറം തന്നെ വലിയ നിബിഡ വനങ്ങളുമുണ്ട്. കടുവയും പുലിയും കാട്ടുമൃഗങ്ങളും കാട്ടുപോത്തുകളും ഒക്കെയുള്ള വലിയ ഉൾക്കാടുകളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഇവരൊക്കെ നാട്ടിലേക്ക് വിരുന്നു വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടുകാരൊക്കെ അല്പം ഭീതിയിലുമാണ്. കാരണം ടൗണുകളിൽ കൊച്ചു കൊച്ചു സിറ്റികളിലും പോലും ഇത്തരത്തിലുള്ള കടുവയുടെ ആക്രമണങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ വളർത്തുന്ന മൃഗങ്ങൾക്കും ചിലപ്പോഴൊക്കെ മനുഷ്യർക്കും ജീവഹാനി ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ഈ കാടുകളിലൊക്കെ ഒരു പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ കടുവകൾ ഉണ്ടായെന്നാൽ അവർ മറ്റൊരു ടെറിട്ടറി തേടി പോകുന്നതാകാം. വാസ്തവത്തിൽ കടുവകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സമയമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പോൾ ഒരു ടെറിട്ടറിയിൽ തന്നെ ഒന്നിലധികം കടുവകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവർ തീറ്റ തേടി അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് വെളി നാടുകളിലേക്ക് പുറത്തു പോകുന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ വാഗേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു പോയിരുന്നു. അതുപോലെ മാനന്തവാടി അടുത്തും ഒരു സ്ത്രീക്ക് കടുവയുടെ ആക്രമണം നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വയനാട്ടിൻ്റെ ടൂറിസത്തിനും ഇവിടെയുള്ള ജനവാസത്തിനും തന്നെ ഭീഷണിയാണ്. എന്നിരുന്നാലും വയനാടിൻ്റെ മനോഹാരിത ഒട്ടും കുറയ്ക്കാതെ നമുക്ക് പ്രകൃതി വളരെ വർണ്ണാഭമായ കാഴ്ചകൾ എന്നും ഇങ്ങനെ ഒരുക്കി തരുന്നുണ്ട്.